അസ്സലാമു അലൈക്കും. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 40-41 ആയത്തുകളെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഈ ആയത്തിൽ അള്ളാഹു ഇസ്രായേൽ സമൂഹത്തെ, അതായത് യഹൂദരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അവരോടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയും അള്ളാഹുവിനോടുള്ള ഉടമ്പടി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഉടമ്പടി പൂർത്തീകരിച്ചാൽ അള്ളാഹു അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് പറയുന്നു. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണമെന്നും ഈ ആയത്തിലൂടെ ഉണർത്തുന്നു. ഇനി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫറവോയിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മരുഭൂമിയിൽ ഭക്ഷണം നൽകിയതുമടക്കമുള്ള അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഉടമ്പടി പാലിക്കാനും ഇവിടെ ആവശ്യപ്പെടുന്നു. ഉടമ്പടി പാലിച്ചാൽ സ്വർഗവും മറ്റു പ്രതിഫലങ്ങളും നൽകാമെന്നും അള്ളാഹു അവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണമെന്നും മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൽ, അതായത് 41-ാമത്തെ ആയത്തിലുള്ള വിശദീകരണം പറയുകയാണെങ്കിൽ, ഈ ആയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കാൻ ഇസ്രായേൽ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഈ വേദഗ്രന്ഥം അവരുടെ പക്കലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നു. അതിനെ ആദ്യമായി നിഷേധിക്കുന്നവരാകരുതെന്നും കുറഞ്ഞ വിലയ്ക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിൽക്കരുതെന്നും അള്ളാഹു അവരെ താക്കീത് ചെയ്യുന്നു. ഖുർആനിൽ വിശ്വസിക്കാൻ നിർദ്ദേശിക്കുകയാണ്. ഖുർആൻ നിങ്ങളുടെ വേദഗ്രന്ഥത്തെ, അതായത് തൗറാത്ത് സത്യപ്പെടുത്തുന്നു. അതിനാൽ അതിൽ വിശ്വസിക്കണം. ആദ്യ നിഷേധികൾ ആകരുത്, സത്യത്തെ ആദ്യമായി നിഷേധിക്കുന്നവരാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഐഹിക നേട്ടങ്ങൾക്കായി സത്യം വിൽക്കരുത്. കുറഞ്ഞ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യരുത്. മതപരമായ അറിവുകൾ മറച്ചുവെച്ച് ഭൗതിക നേട്ടങ്ങൾക്കായി അത് ഉപയോഗിക്കരുതെന്നും താക്കീത് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ 2 ആയത്തുകളും ഇസ്രായേൽ സമൂഹത്തോട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയും അവൻ്റെ ഉടമ്പടി പാലിക്കാനും ഖുർആനിൽ വിശ്വസിക്കാനും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം സത്യത്തെ മറച്ചുവെച്ച് ഐഹിക നേട്ടങ്ങൾ നേടുന്നതിനെതിരെ ശക്തമായി താക്കീത് നൽകുകയുമാണ് ഈ 2 ആയത്തുകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തിലൂടെ പരിചയപ്പെടാനുള്ളത്. ഇൻഷാ അല്ലാഹ്. വ ആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.